VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് യുവ നേതാവെന്ന പിരപ്പൻകോട് മുരളി. ഈ യുവ നേതാവ് വേഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. യുവാവ് പരാമർശം നടത്തിയപ്പോൾ വേദിയിലെത്തിയ നേതാക്കൾ ആസ്വദിച്ചെന്നും പിരപ്പൻകോട് മുരളി. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന പ്രയോഗം വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പേര് പറയുന്നില്ല, ആ ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന VS-നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെക്കുറിച്ച് വിശേഷിച്ച് VS അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ VS-നെ കുറിച്ച്, പ്രതിപക്ഷ നേതാവായ VS-നെ കുറിച്ച്, പാർട്ടിയുടെ സ്ഥാപകനായ VS-നെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഡയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു. ഞാൻ ഡെലിഗേറ്റാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു പോയത് മോശമായി എന്ന് പിന്നെ തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞയാൾ ഇങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നത്. പക്ഷെ അന്ന് വൈകുന്നേരം, അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരം നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വിളിച്ചിരുന്നു. 2012 പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ VS തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ VS, അത് നിങ്ങളുടെ ചാനലിലുണ്ടാവും, VS പറഞ്ഞത് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ചിലരുടെ വാദം. അത് മനസ്സിലിരുന്നാൽ മതി. 1943 കയ്യൂരിലെ സഹകളുടെ കാര്യമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് VS പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS-ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും VS എന്തിനാണ് മറുപടി പറഞ്ഞത്? അത് അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ VS-ൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നുണ്ട്. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു അധ്യായം ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്